മൈ ഡിയർ പാരൻസ്, ഹോപ്പ് ആർ യു ഡൂയിങ് ഗ്രേറ്റ്. ഇറ്റ്സ് മീ മോംസി. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്ക്രീൻ ടൈം വേഴ്സസ് ലേണിംഗ് ടൈം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ലോകത്തെ പൂർണ്ണമായി തള്ളിക്കളയാൻ ആർക്കും കഴിയില്ല. സ്ക്രീനുകൾ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മുടെ കുട്ടികളുടെ വികാസത്തിൽ സ്ക്രീൻ ടൈം പഠന സമയത്തേക്കാളും ആശയവിനിമയത്തെക്കാളും വലുതാകുന്നുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ, ഫോർ എക്സാമ്പിൾ 1ാം ക്ലാസ് എന്നത് ഒരു കുട്ടിയുടെ ലൈഫിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് അവർ ആർജിക്കുന്ന ഹാബിറ്റ്സും ഡിസിപ്ലിനും അവരുടെ ഭാവിയിലെ വിജയത്തിന്റെ ഒരു ഫൗണ്ടേഷനാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഒരു ബാലൻസ് കണ്ടെത്താൻ സാധിക്കുക? അതിനായിട്ട് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് തിങ്, സ്ക്രീൻ സമയമല്ല, സ്ക്രീൻ ഗുണനിലവാരമാണ് പ്രധാനം. അതായത് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. കുട്ടികൾ സ്ക്രീനിൽ എന്താണ് ചെയ്യുന്നത് എന്നത് പ്രധാനമാണ്. വെറുതെ കാർട്ടൂണുകൾ കാണുന്നതിന് പകരം പുതിയ അറിവുകൾ നൽകുന്നതോ ഭാഷാപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതോ ആയ കണ്ടന്റുകളിലേക്ക് അവരെ നയിക്കുക. എങ്കിലും ഇതിനൊരു സമയപരിധി നിശ്ചയിക്കേണ്ടതുണ്ട്. ആൻഡ് പോയിന്റ് നമ്പർ 2, ഡിജിറ്റൽ ഡീടോക്സ്. ഒരു സമയം നിശ്ചയിക്കുക. വീട്ടിൽ ചില സമയങ്ങളും സ്ഥലങ്ങളും സ്ക്രീൻ ഫ്രീ സ്പേസ് ആക്കി മാറ്റുക. ഫോർ എക്സാമ്പിൾ, ഡൈനിങ് ടേബിളിൽ ആരും മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു റൂൾ കൊണ്ടുവരിക. അത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സംസാരത്തിന് മാത്രമുള്ള സമയമാണെന്ന് കുട്ടികളോട് പറയുക. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് മൊബൈലും ടാബ്ലറ്റും മാറ്റിവെക്കുക. ഇത് കുട്ടികളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ബ്രെയിനിന് വിശ്രമം നൽകുകയും ചെയ്യും. പോയിന്റ് നമ്പർ 3, പഠനത്തെ ആക്റ്റീവ് ആക്കുക. സ്ക്രീൻ ഉപയോഗം എന്നത് ഒരു പാസീവ് പരിപാടിയാണ്. കുട്ടി കേവലം ഒരു കാഴ്ചക്കാരൻ മാത്രമാണ് അവിടെ. ഇതിനു പകരം കുട്ടികളെ കൂടുതൽ ആക്റ്റീവ് ആക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുവിടുക. റീഡിംഗ്, ഡ്രോയിങ്, ഔട്ട്ഡോർ ഗെയിമുകൾ അല്ലെങ്കിൽ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ പ്രായോഗികമായി ചെയ്തു കാണിക്കുക എന്നിവ പഠനത്തെ കൂടുതൽ രസകരമാക്കും. പോയിന്റ് നമ്പർ 4, ബി എ റോൾ മോഡൽ. നമ്മൾ സ്ക്രീനുകളിൽ സമയം ചെലവഴിക്കുന്നത് കണ്ടാകും നമ്മുടെ കുട്ടികളും വളരുന്നത്. നമ്മൾ ഫോൺ താഴെ വെച്ച് പുസ്തകം വായിക്കുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്താൽ അവർ സ്വാഭാവികമായും നമ്മളെ അനുകരിക്കുകയോ മാത്രമേ ചെയ്യുള്ളൂ. കുട്ടികൾ നമ്മുടെ വാക്കുകളല്ല, പ്രവൃത്തികളാണ് പിന്തുടരുന്നത്. പോയിന്റ് നമ്പർ 5, ക്വാളിറ്റി ഫാമിലി ടൈം. കുട്ടികൾ മൊബൈലിലോട്ട് തിരിയുന്നത് പലപ്പോഴും അവർക്ക് മുഷിപ്പ് അനുഭവപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്തപ്പോഴോ ആണ്. സോ ദിവസം കുറച്ചു സമയം അവരോടൊപ്പം കളിക്കാനും സംസാരിക്കാനും അവരുടെ വിശേഷങ്ങൾ കേൾക്കാനും നമ്മൾ സമയം കണ്ടെത്തുക. ആ സ്നേഹം നൽകുന്ന സന്തോഷം ഒരു ഗെയിമിനും നൽകാൻ കഴിയില്ല. സോ ഡിയർ പാരൻസ്, നമുക്ക് സ്ക്രീനുകളെ പൂർണ്ണമായി വിലക്കണ്ട, പക്ഷേ അവയെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. കുട്ടിയുടെ ബാല്യം എന്നത് സ്ക്രീനുകളിൽ കാണുന്ന നിറങ്ങൾ മാത്രമല്ല, അത് അവർ അനുഭവിക്കേണ്ട ലോകമാണ്. നമ്മൾ നൽകുന്ന ചെറിയ ചില മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. സോ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, അവരുടെ പഠനകാലത്തെ കൂടുതൽ അർത്ഥവത്തായതും സന്തോഷകരവുമാക്കാം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വരും വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഡിയേഴ്സ്, നമ്മുടെ കുട്ടികളുടെ സ്ക്രീൻ സമയം കുറയ്ക്കുന്നതിനായി ഇതിനകം നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും ബെനിഫിറ്റ് ആണെന്ന് തോന്നിയ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹാബിറ്റ് ഏതാണെന്ന് ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാം.